സേനാപതി വേണു, ഇന്ന് ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP അദ്ദേഹവും വൈകാരികമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ജലവിഭവ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത് തമിഴ്നാടിന്റെ സ്വരത്തിലാണെന്നാണ്. കാരണം തമിഴ്നാട് എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ ഏറ്റുപറയുകയാണ് ജലവിഭവ മന്ത്രി എന്ന്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കടന്നു വരുന്നു ഈ വിഷയത്തിൽ? അല്ല, 2012 മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി, അതായത് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെ മനുഷ്യ ചങ്ങല പിടിച്ചതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അന്ന് അതിന്റെ ഒരു സൈഡിൽ പിണറായി വിജയനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും. അപ്പോ പ്രതിജ്ഞയെല്ലാം ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം അത്യന്തം അപകടകരമാണ്, ഇത് എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഡാം വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാറിന്റെ താഴെ വള്ളക്കടവ് മുതൽ എറണാകുളം വരെ മനുഷ്യ ചങ്ങല പിടിച്ച ആളുകൾ അവരധികാരത്തിൽ വന്ന് 2012 ശേഷം 12, 10, 22, 12 കൊല്ലം കഴിയുമ്പോൾ അവർ പറയുകയാണ് ഡാം സുരക്ഷിതമാണ് എന്ന് അവർ പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് സത്യം തുറന്നു പറയട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പ് മനുഷ്യ ചങ്ങല പിടിച്ചു, സമരം ചെയ്തു, എന്താ പറഞ്ഞേ, പൊട്ടരുതേ പൊട്ടരുതേ എന്നൊക്കെ പറഞ്ഞ് VS അച്യുതാനന്ദന്റെ അന്നത്തെ അട്ടഹാസങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അത്രയും വലിയ സമരങ്ങൾ ഈ കേരളത്തിൽ നടത്തി ആ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ അവരിപ്പോൾ പറയുന്നു ഈ ഡാം സുരക്ഷിതമാണ് എന്ന് പറയാനുള്ള കാരണം എന്ത് എന്നുള്ളത് അത് ആദ്യമായി ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ, വളരെ പെട്ടെന്ന് ചർച്ച ചെയ്യാൻ കാരണം, ഒന്ന്, വയനാട്ടിലുണ്ടായ എന്താ പറഞ്ഞ ദുരന്തവും പ്രളയ ദുരന്തവും അതോടൊപ്പം തന്നെ തുംഗഭദ്ര ഡാമിന്റെ 19ാമത്തെ ഗേറ്റ് തകർന്ന് അവിടെ ബാക്കിയുള്ള 33, 32 ഗേറ്റുകൾ തുറന്നുവിട്ട് ഈ ജലത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി എടുത്ത നടപടിയും അതാണ് ഇപ്പോൾ നമ്മളെ പെട്ടെന്ന് ഉത്കണ്ഠപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത്. അപ്പൊ ഏതായാലും ഇടുക്കിയിലെ ജനങ്ങൾ മാത്രമല്ല, ആ ഡാമിന് താഴെ താമസിക്കുന്ന ജനങ്ങളെല്ലാം അവർ ഭീതിയിലാണ്, ഭയാശങ്കയിലാണ്. ആ ഭയാശങ്ക അകറ്റുവാനുള്ള നടപടികൾ, ക്രിയാത്മകമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് കോൺഗ്രസ് പാർട്ടിയുടെ കൂടി ശബ്ദമാണ് ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസിലൂടെ വന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഒളിച്ചുകളി നടത്തുന്നത്, ആ ഒളിച്ചുകളി എന്ത് എന്നുള്ളത് പുറത്തു വരണം. അപ്പോ നമ്മുടെ മുമ്പിൽ ഇതിനുള്ള പരിഹാര മാർഗം എന്ത്? ഇത് പണ്ട് ചിദംബരം പറഞ്ഞൊരു കമന്റ് ഉണ്ട്, അത് കേരളത്തിൽ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു സമരം വരും, അതല്ല എങ്കിൽ എല്ലാ പ്രളയകാലത്തും മുല്ലപ്പെരിയാറിൽ നമ്മളൊരു സമരം കുറച്ചു കാലം എന്താ പറഞ്ഞ ചപ്പാത്തിലോ അല്ലെങ്കിൽ വള്ളക്കടവിലോ കുറച്ച് ആളുകൾ ഇരുന്ന് സമരം ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ ഡോക്ടർ ജോ ജോസഫ് സൂചിപ്പിച്ചതുപോലെ 140 MLA വന്ന് 2 ദിവസം വെച്ച് അവർ സമരം ചെയ്ത് 280 ദിവസം സമരം പിന്നെ വീണ്ടും തുടരട്ടെ എന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആകുന്നില്ലല്ലോ. ഞാൻ ഈ കേസിൽ ഒരു പരാതിക്കാരനായതുകൊണ്ട് ശ്രീ ജോ ജോസഫ് സാറ് മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മുല്ലപ്പെരിയാർ ഡാം കാണാനും പോകാനും ഒരു അവസരം കിട്ടിയ ഒരാളാണ്. 2012 ബഹുമാന്യായ PJ ജോസഫ് സാറ്, അദ്ദേഹം ജലവിഭവ വകുപ്പ് മന്ത്രിയും CG കാർത്തികേയൻ കേരള അസംബ്ലി സ്പീക്കറുമായിരുന്ന കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും നടത്തിയ സന്ദർശനത്തിൽ CG കാർത്തികേയനോടൊപ്പം പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ഞാൻ അവിടെ പോവുകയും 40 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്ത് ഡാമിൽ പോയി ഏതാണ്ട് 3.5-4 മണിക്കൂർ നേരം ഈ നേതാക്കളോടൊപ്പം ഈ ഡാം മുഴുവൻ കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാജി ഇവിടെ ഉണ്ട്, ഷാജി വള്ളക്കടവ് സ്വദേശിയാണ്. ഷാജി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പറയും. ഞാൻ ബഹുമാനായ ശ്രീ ജോ ജോസഫിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അങ്ങയുടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ടിലെ അങ്ങയുടെ പ്രയർ എന്താണ്? ഈ ഡാം പൊളിച്ചു മാറ്റണമെന്നാണോ, പുതിയ ഡാം പണിയണമെന്നാണോ, എന്താണ് അങ്ങയുടെ പ്രയർ? ഞാൻ അങ്ങയോട് ഒരു അങ്ങയുടെ അറിവിലേക്കായി, അത് ഒരു പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലെ നല്ല പറഞ്ഞത്, ഞാൻ കണ്ട് മനസ്സിലാക്കിയതും എനിക്ക് പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുമായ, ഇല്ലെങ്കിൽ ഈ ഡാമിനെ കുറിച്ച് അന്നത്തെ ചീഫ് എഞ്ചിനീയർ നൽകിയ വിവരണത്തിൽ നിന്ന് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതും കാർത്തികേയൻ സാറ് അന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതുമായ ഒരു കാര്യം, അങ്ങ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ, അതായത് തമിഴ്നാട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ജലനിരപ്പ് 137, 144 അല്ലെ 152 എത്ര അടി വേണമെങ്കിലും അവരാക്കിയിടട്ടെ. ഈ തമിഴ്നാടിന് ഒരു വർഷം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന് അത് 20 to 22 TMC. അതിനപ്പുറത്തേക്ക് വെള്ളം അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെള്ളം കൊണ്ടുപോകുന്നത് എതിലെയാണ്? മനുഷ്യനിർമ്മിതമായ 4 കുഴലിൽ കൂടിയാണ്. അതിൽ 3 കുഴലിൽ കൂടിയാണ് വെള്ളം പോകുന്നുള്ളൂ.
ഈ 12 മാസക്കാലവും ഈ 4 കുഴലിൽ കൂടെ ഫുള്ളായിട്ട് വെള്ളം കൊണ്ടുപോയാലും തമിഴ്നാടിന് മൊത്തം കൊണ്ടുപോയി കളക്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. പിന്നെ എന്തിനാണ് ഈ മലമുകളിൽ ഈ 137 അടി വെള്ളം നിറച്ചിടണം അല്ലെങ്കിൽ 142 അടി വെള്ളം നിറച്ചിടണം എന്ന് അവർ നിർബന്ധം കൊള്ളുന്നത്? ഞാൻ എന്റെ ഒരു ചോദ്യം, അങ്ങേ പോലുള്ള ആളുകളും സുപ്രീം കോടതിയിൽ ഈ കേസ് ഇതിന്റെ ആർഗ്യുമെന്റ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തമിഴ്നാടിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം തമിഴ്നാടിന് പരമാവധി എടുക്കാൻ കഴിയുന്ന വെള്ളം എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. സാധാരണ നിലയിലുള്ള മുല്ലപ്പെരിയാർ ഡാമിലെ ഒരു ജലത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 10 to 10.5 TMC ആണ്. അത് പരമാവധി വന്നു കഴിഞ്ഞാൽ 12 അല്ലെ 15 TMCയിലേക്ക് എത്തുന്ന വെള്ളമാണ്. അപ്പോൾ തമിഴ്നാട് ഒരു വർഷം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ ഈ 4 കുഴലിൽ കൂടി അവർ എത്രമാത്രം കൊണ്ടുപോയാലും അവർക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ തേനി, മധുര, ദിണ്ടിഗല്, ശിവഗംഗ, രാമനാഥപുരം ഈ 5 ഡിസ്ട്രിക്റ്റിലെ ഇറിഗേഷന് വേണ്ടി 18ാം കനാല് പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കനാൽ വഴിയൊക്കെ കൊണ്ടുപോകുന്ന ഈ 4 പൈപ്പിൽ കൂടിയാണല്ലോ വെള്ളം പുറത്തേക്ക് പോകുന്നത്. ആ വെള്ളത്തിലൂടെ അവർക്ക് പൈപ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 20 to 22 TMC ആണ് ഒരു വർഷം മൊത്തം. അപ്പൊ പിന്നെ എന്തിനാണ് ഈ മലയുടെ മുകളിൽ ഈ 137 അടി വെള്ളം നിറച്ചിടണം, അല്ലെ 142 അടി വെള്ളം നിറച്ചിടണം, അല്ലെ 154 അടി വെള്ളം നിറച്ചിടണമെന്ന് ഈ തമിഴ്നാട് വാശി പിടിക്കുന്നതിന്റെ ഒരു കാര്യം എന്താ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ് ഡോക്ടർ.